ശ്രീ രഘുചന്ദ്രൻ നായർ. ശ്രീ രഘുചന്ദ്രൻ നായർ, വിഴിഞ്ഞം വലിയ അർത്ഥത്തിൽ പണ്ട് മുതലേ, അതായത് സർ സി പിയുടെ ഒക്കെ കാലം മുതലേ കേൾക്കുന്നു, സി പിയുടെ രാമസ്വാമിയുടെ ഒക്കെ കാലം മുതലേ കേൾക്കുന്നു, ഇതിന് വലിയ ആശയമുണ്ട്, ഇത് ഡ്രഡ്ജിംഗ് ഒന്നും ആവശ്യമില്ലാതെ വലിയ സാധ്യത പ്രകൃതിയാലുണ്ട്, ഇൻ്റർനാഷണൽ റൂട്ടുമായി ചേർന്ന് കിടക്കുകയാണ്, ഇങ്ങനെ ഒരുപാട് സാധ്യതകൾ പറയുന്നു. പക്ഷേ ഏട്ടിലെ പശു പുല്ല് തിന്നില്ല. ഇത് യാഥാർത്ഥ്യമാകുമ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിച്ച ഘടകങ്ങൾ പലതുണ്ട്. ഞാൻ താങ്കളെ കക്ഷി രാഷ്ട്രീയ സംബന്ധിയായി വലിച്ചിഴക്കുന്നില്ല. പക്ഷേ ഈ തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ സംവദിക്കേണ്ടത്, ഉയർത്തിക്കാട്ടേണ്ടത്? ഇന്ന് സന്തോഷമായിട്ടുള്ള ദിവസമാണ്. എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇത്രയും നാൾ നമ്മൾ കാത്തിരുന്നു ആഗ്രഹിച്ച ഒരു ആക്ടിവിറ്റിയാണ് ഇന്ന് നടന്നത്. കാര്യം പോർട്ടിൻ്റെ പണി തുടങ്ങിയെങ്കിലും പല കാരണവശാലും പല കാര്യങ്ങൾ വെച്ച് അതിനകത്ത് കാലതാമസം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും അത് നീങ്ങിക്കൊണ്ടിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്നത് അതൊക്കെ മറന്ന് നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു വഴിയാണ് നോക്കേണ്ടത്. നമ്മൾ വേ ഫോർവേഡാണ് ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കേരളത്തിന്. ഇന്ന് നമ്മൾ കണ്ടത്, നമ്മൾ മദർഷിപ്പ് എന്ന് പറഞ്ഞ ഒരു ഷിപ്പിനെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. ഇന്ന് മദർഷിപ്പ് നമ്മൾ പോർട്ടിലോട്ട് വന്നു, കരയിലോട്ട് അടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ക്രെയിൻ ഓപ്പറേഷൻസ് നമ്മൾ കണ്ടു. ഞാൻ പേഴ്സണലായിട്ട് അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ പേഴ്സണലായിട്ട് കണ്ട കാര്യങ്ങളാണ്. അവിടുന്ന് കണ്ടെയ്നേഴ്സിനെ അവിടുന്ന് ആ ക്രെയിൻ വെച്ച് എടുക്കുന്നു, ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ലോറി കയറ്റുന്നു, ആ ലോറി കൊണ്ട് കണ്ടെയ്നേഴ്സ് താഴെ ഇറക്കുന്നു. ഇത് ആക്ച്വലി ഒരു ഹിസ്റ്റോറിക്കൽ മൂവ്മെൻ്റ് ആണ് കേരളത്തിന് മൊത്തം. പല രീതിയിലും നമ്മളിപ്പം ആര് ശരി ആര് തെറ്റെന്നൊന്നും ഇവിടെ പറയേണ്ട കാര്യം. ഇത് എല്ലാ കക്ഷി രാഷ്ട്രീയം ഒന്നുമില്ലാതെ, ഇതിൽ രാഷ്ട്രീയമില്ല, ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. ഇത് എന്ന് പറയുന്ന കേരളത്തിലുള്ള ജനങ്ങളുടെ ഭാഗത്തുണ്ടാകുന്ന ഏറ്റവും, നമുക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് ഇടയ്ക്ക് ഒരു സാധാരണ ഒരു കാര്യമുള്ള, എല്ലാത്തിനും നമുക്ക് ഒരു സംശയങ്ങളുണ്ട്, വിമർശിക്കും ഒക്കെ ചെയ്യും. പക്ഷേ നമ്മൾ കാര്യം വിജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതെല്ലാം മറന്ന് ഇന്ന് നമ്മൾ ഒറ്റക്കെട്ടായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇന്ന് നമുക്ക് ഏറ്റവും സന്തോഷമായിട്ടുള്ള ദിവസമാണ്. ഇന്ന് ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയമൊന്നുമില്ല, വികസനത്തിന് രാഷ്ട്രീയം ഇല്ലാന്ന് തെളിയിച്ച ദിവസമാണ് ഇന്ന്. ഇത് നമ്മുടെ സംസ്ഥാന സർക്കാർ അതിനുവേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ യാഥാർത്ഥ്യമായിട്ട് കണ്ട ഒരു കാര്യമാണ് ഇന്ന്. നാളെ ആയിരിക്കും അതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഒരു കാര്യം നമ്മൾ മുഖ്യമന്ത്രി ചെയ്യുന്നെങ്കിലും ഇന്ന് അതിൻ്റെ കപ്പലടുത്ത് കഴിഞ്ഞു. അപ്പോൾ അത് തന്നെ എല്ലാവരും വിഷ്വലായിട്ട് കണ്ടു. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ നാളെ മുഖ്യമന്ത്രി അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഇനി ബാക്കി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി കമ്മീഷനിങ് ആണ്. 2-3 മാസത്തിനകത്ത് കമ്മീഷനിങ് ഉണ്ടാകുമ്പോൾ പോർട്ടിൻ്റെ പ്രവർത്തനം ഒഫീഷ്യലായിട്ട് ആരംഭിക്കുന്നതായിരിക്കും. ഇത് ഇനി കേരളത്തിൻ്റെ ബ്ലൂ ഇക്കണോമിയുടെ ഒരു കാലഘട്ടമായി മാറാൻ പോവുകയാണ്. ഇതാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും, അതായത് ഒരു വ്യാപാര സമൂഹത്തെ പ്രതിനിധീകരിക്കുന്നു എന്ന നിലയിൽ താങ്കൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി വികസനത്തെ സ്വാഗതം ചെയ്യുന്നു. എല്ലാ പൗരന്മാരും അത് തന്നെയാണ് ചെയ്യുന്നത്, അത് തന്നെയാണ് വേണ്ടതും, അത് ശരിയാണ്. ഇപ്പോൾ താങ്കൾ പറഞ്ഞു വലിയ വികസനത്തിൻ്റെ ഒരു നാന്ദിയാവുകയാണിതെന്ന്. ഇനി ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ റെയിൽവേ അണ്ടർഗ്രൗണ്ടിലാകുന്നു, അപ്രോച്ച് റോഡുകൾ ഉണ്ടാകുന്നു, ഇതിൻ്റെ ഭാഗമായി NH കൂടുതൽ വികസിക്കേണ്ടതുണ്ട്, ഇതൊക്കെ സാധ്യമാകുന്നു. പക്ഷേ ദ്രുതവേഗത്തിൽ കേരളത്തിലും കേരളത്തിന് പുറത്തേക്കുമൊക്കെ കൊണ്ടുപോകാൻ കേരയിൽ പോലെ ഒരു സംവിധാനം ഇതിനനുബന്ധമായി ഉണ്ടായിരുന്നുവെങ്കിൽ അത് മികച്ചതായിരുന്നേനല്ലോ ശ്രീ രവീന്ദ്രൻ നായർ. തീർച്ചയായിട്ടും ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പോർട്ട് യാഥാർത്ഥ്യമായി കഴിയുമ്പോൾ നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്. നമുക്ക് കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നമായിട്ടുള്ള ഒരു കാര്യം ഭൂമിയാണ്. അപ്പം നമുക്ക് ഭൂമിയുടെ ലഭ്യത കുറവാണ്. ഇപ്പോൾ ഉള്ളത് ഭൂമി പോലും ചെയ്യാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൂടാതെ നമുക്കിപ്പോൾ ഈ പോർട്ടിന് കണക്ട് ചെയ്യേണ്ടത് വരുന്നത് റെയിൽവേ കണക്ടിവിറ്റിയാണ്. ആ റെയിൽവേ കണക്ടിവിറ്റി വിഴിഞ്ഞം മുതൽ നമ്മൾ ബാലരാമപുരം വരെ കണക്ട് ചെയ്യേണ്ട ഒരു കാലതാമസം ഒഴിവാക്കി എത്രയും നേരത്തെ അതിന് പണി തുടങ്ങണം. കൂടാതെ നമ്മൾ അവിടുന്ന് വിഴിഞ്ഞത്തിന് നാഷണൽ ഹൈവേയിൽ കൊണ്ടുവന്ന് കണക്ട് ചെയ്യാനായിട്ടുള്ള റോഡ് അടിയന്തരമായിട്ട് സംസ്ഥാന സർക്കാരും കൂടെ മുൻകൈ എടുത്ത് ഭൂമി ഏറ്റെടുത്ത ശേഷം ആ ഒരു കണക്ടിവിറ്റി സ്ഥാപിക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. പിന്നെ നമുക്ക് റെയിൽ കണക്ടിവിറ്റി എന്ന് പറയുമ്പോൾ കേരളയിൽ നമ്മൾ വന്നില്ല. പക്ഷേ കേരളയിൽ പറഞ്ഞ സാധനം നമ്മൾ സ്പീഡാണ് ആക്ച്വലി നമുക്ക് വേണ്ടത്. കേരളയിൽ നമ്മൾ കണ്ടത്, ഇപ്പോൾ കേരളയിൽ വരുന്നത് നമുക്ക് ആർക്കും യോജിപ്പ് കുറവൊന്നുമില്ല. കാരണം ഇപ്പോൾ വന്ദേ ഭാരത് വന്നപ്പോൾ തന്നെ തെളിഞ്ഞതാണ്. അതിന് എത്ര ടിക്കറ്റിൻ്റെ വില കൂടിയാലും എന്ത് കാര്യം വന്നാലും അതിന് ആൾക്കാർ അതിന് പേയ്മെൻറ്റ് ഞാൻ അതിലേക്ക് വരാം, അത് നമുക്ക് തുടരാം. ഞാൻ അതിൻ്റെ പ്രസക്തി മനസ്സിലാക്കി, അതായത് ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ടതുള്ളതിൻ്റെ പ്രസക്തിയാണ് അതിനുവേണ്ടിയാണ് ഞാൻ താങ്കളെ അതിലേക്ക് ക്ഷണിച്ചത്. ഞാൻ താങ്കളെ കക്ഷി രാഷ്ട്രീയത്തിലേക്ക് പിടിച്ച് താഴ്ത്തുന്നില്ല.